ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായ പരിപാടി ഇവിടെ നടക്കാൻ പോവാണ്. 7 അല്ലേ, 5-ാം തീയതി നടക്കാൻ പോവാണ്. അതിനിടയിൽ ഒരു പ്രശ്നം വന്നു. അതിനിടയിൽ വന്ന ഒരു പ്രശ്നം വേടൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് പേര് വേടൻ എന്നല്ല കേട്ടോ, അദ്ദേഹം ഒരു അമരനാമത്തിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ രീതി. യേശുദാസിൻ്റെ പാട്ട് പോലെയൊന്നുമല്ല, അത് ക്ലാസിക്കലാണല്ലോ. ഇതൊരു പ്രത്യേക ടൈപ്പ്. അയാൾ തന്നെ എഴുതുക, അയാൾ തന്നെ സംഗീതം ചെയ്യുക, അയാൾ തന്നെ പാടുക. ഭയങ്കര കരുത്താണ്. അത് ഈ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുവേണ്ടി അംബേദ്കറിനെ പറ്റി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി, അവരെ പറ്റിയെല്ലാമുള്ള അതിശക്തിയായ രീതിയിലുള്ള കരുത്തുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത്. ആ പാട്ടിന് നല്ല ആകർഷണമുണ്ട്. ചെറുപ്പക്കാർ നല്ലപോലെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് ആൾ. ആ 10,000-കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരൻ ഈ സംഗീതത്തിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പറയാറുണ്ട്, MDMA ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്നിലൊന്നും എൻ്റെ കുട്ടികളെ അടപ്പെട്ട് പോകരുത് എന്നൊക്കെ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 8 ആളും കൂടി ചേർന്ന് അങ്ങനെ 9 ആൾ ഒരു ലോഡ്ജിൽ പോലീസിന് വിവരം കിട്ടി അന്വേഷിച്ച് നോക്കിയപ്പോൾ 6 ഗ്രാം എന്താണ്, എല്ലാവർക്കും അറിയാം, MDMA ഒന്നുമല്ല കിട്ടിയത്, കഞ്ചാവ് കിട്ടി. ഇടുക്കിക്കാർക്ക് പഞ്ചാബ് നല്ല പരിചയമാണ്. കഞ്ചാവ് ഇടുക്കി കഞ്ചാവ് കിട്ടി. തെറ്റാണ്. വേടൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന റൂമിൽ നിന്ന് 6 ഗ്രാം ആയാൽ പോലും കഞ്ചാവ് കിട്ടാൻ പാടില്ല. അതിനൊരു ഗുണമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റി തെറ്റ്, ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. തെറ്റ് തിരുത്തി തന്നെയാണ് വേണ്ടേ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ എക്സൈസുകാർ നല്ല കയറി. എന്നിട്ട് പറഞ്ഞു, പുലിപ്പല്ലുണ്ട്, പുലിപ്പല്ല്. ഫോറസ്റ്റുകാർ പറഞ്ഞു, ഇത് ഈ പുലിപ്പല്ലുണ്ട്, ഇയാളുടെ ഒരു താരി പോലെ സാധനം ഉണ്ട് അത്ര. പുലിപ്പല്ല് വന്നപ്പോൾ പിന്നെ വിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കേസായി. പുലിപ്പല്ല് ആരോ കൊടുത്തിയാണ്. ഈ പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോ തന്നെയാണ്. എനിക്കിതിൻ്റെ കാര്യമൊന്നും അറിയില്ല. ഇത് പുലിയാണോ അല്ല നരിയാണോ കുറുക്കനാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിൻ്റെ മേലെ വലിയൊരു കേസുണ്ടാക്കാൻ ശ്രമം നടത്തി. ഇതെല്ലാം ഉദ്യോഗസ്ഥലത്ത് നടക്കുന്ന പ്രക്രിയയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛയ ശക്തിയുണ്ട്. ഗവൺമെൻറ് എടുത്ത നിലപാട് വേട്ടയാടേണ്ട കാര്യമൊന്നുമില്ല ഈ പാവപ്പെട്ട മനുഷ്യനെ. ഒരു അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പോരാട്ട വീര്യത്തോടെ രാജ്യത്ത് കലാപരമായ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു കലാകാരന് തെറ്റുപറ്റിയാൽ തിരുത്തണം, ശരി. അതിനാവശ്യമായ കേസെടുത്തു, അതും ശരി. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി, അതും ശരി. പക്ഷേ അതിൻ്റെ പുറമെ ഈ നരിപ്പല്ലിൻ്റെ പേരും പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെതിരായിട്ട് അദ്ദേഹം പോലും ആലോചിക്കാത്ത കാര്യം ഒരുപാട് ആളുകൾ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇത് ഇട്ട് നടക്കുന്ന കാര്യമുണ്ട്. പിന്നെ അതിനിടയിൽ മോഹൻലാലിനെയൊക്കെ വലിച്ചഴച്ച് അതും ഇതിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ചർച്ച നടത്തുന്ന സ്ഥിതിയുണ്ടായി. ഞാനിന്ന് രാവിലെ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റി തിരുത്തേണ്ടുന്ന ഘട്ടം വന്നാൽ തിരുത്തിക്കുന്നതിന് പകരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടും ഈ കേരളം അംഗീകരിക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിക്കില്ല, പാർട്ടിയും അംഗീകരിക്കില്ല. അദ്ദേഹത്തെ തിരുത്തണം, തിരുത്തുന്നതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം തന്നെ അത് സ്വന്തം ഏറ്റുവാങ്ങി, ഞാൻ ഈ അബദ്ധം ചെയ്തു പോയി, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആർജവ ബുദ്ധിയോടുകൂടി ഇപ്പോഴും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് 2-3-4 ദിവസത്തിന് മുമ്പ് തന്നെ ഈ സംഭവം നടന്ന അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ ഈ കാര്യം രാജ്യത്തെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ആയതിനു ശേഷം എന്നോട് തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചോദിച്ചു, ഞങ്ങൾ ഈ 5-ാം തീയതി അതിൻ്റെ സമാപന പരിപാടിയുടെ ഭാഗമായി ഈ വേടൻ്റെ പരിപാടിയാണ് മുമ്പേ ബുക്ക് ചെയ്തത്, ആ പരിപാടി ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്ക് നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചു. ഞാൻ വളരെ വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത്.
തെറ്റ് തിരുത്താനുള്ള അവസരം നൽകി തെറ്റ് തിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഈ വേടനെ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല ഇതേവരെ. വേടൻ്റെ പാട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതേവരെ ഞാൻ കണ്ടതല്ല. പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിന്. ആ ഇടതുപക്ഷ മനസ്സിൻ്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന ഫോറസ്റ്റുകാർ ഉൾപ്പെടെ, അതിൽ പല സൈസും ഉണ്ട് ഉദ്യോഗസ്ഥന്മാർ, അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല. തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ, ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ളൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. തെറ്റൊക്കെ തിരുത്തി തന്നെ വേണം. ആ തെറ്റ് തിരുത്താതെ മുമ്പോട്ടേക്ക് പോകാനല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വേണം തന്നെ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ മൈലേജ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.